വെൽക്കം ടു 𝗕𝗏 അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട്. അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കമൻറ്റ് ടാബിൽ പോസ്റ്റ് ഇട്ടായിരുന്നു എന്തൊക്കെയാണ് മുടിയുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു. അവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഹെയർ ഓയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെയിൻ ഐറ്റം നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല. ആര്യവേപ്പിൻ്റെ ഇല ഒത്തിരി ഗുണങ്ങളോടെ നമുക്കറിയാം. ആളിത്തിരി കയ്പും കാര്യങ്ങളാണെങ്കിലും ആൾ ഹെയറിനും മുടിക്കും ഒക്കെ നല്ല ബെസ്റ്റ് തന്നെയാണ്. നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാൻ, താരന് നല്ലതാണ്, തലയിലുണ്ടാകുന്ന പേന്, ഈര് കാര്യങ്ങൾക്ക് നല്ലതാണ്. നമുക്ക് പ്രായമാകുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ മുടിയിൽ കണ്ടുവരുന്ന വെള്ളിയില്ലേ, അതായത് നര, അതിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല എടുക്കുക. ഒരു കൈപ്പിടിയോളം ഇല നമ്മൾ എടുക്കുക കേട്ടോ. ആ ഇല നല്ലപോലെ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് കഴുകി വെള്ളമൊക്കെ പോയതിന് ശേഷം മാത്രം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഒരു തരി വെള്ളം പോലും ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ്. ഈ ഒരു ചെറിയ രീതിയിൽ അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അല്ല കംപ്ലീറ്റ് ആയിട്ട് വെണ്ണ പോലെ അരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ എണ്ണ ഉണ്ടാക്കുന്നത് ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് എണ്ണ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഒട്ടും വെള്ളവും കാര്യങ്ങളില്ലാത്ത വേറൊരു പാത്രം വയ്ക്കാം. അതിലേക്ക് ഒരു 250 ml വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു അരമണിക്കൂർ എന്തായാലും പിടിക്കും ഈ എണ്ണ നമുക്ക് റെഡിയായി കിട്ടാനായിട്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഈ എണ്ണ കാച്ചാൻ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു നല്ല പച്ച കളറിലൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ആളുടെ ആ ഒരു കളറൊക്കെ മാറും. അപ്പോൾ നമ്മുടെ എണ്ണ പതുക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്താലാണ് നമുക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടുക. അപ്പോൾ ഇനി ഒരു 15 മിനിറ്റും കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഹലോ, നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലേ നല്ല മുട്ടോളം മുടി എന്ന് പറയുന്നത്. അതിങ്ങനെ നല്ല കട്ടിയോടുകൂടി വന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിലൊരു വില്ലനാണ് ഭയങ്കരമായിട്ടുള്ള മുടി കൊഴിച്ചിൽ. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലും മുടി കൊഴിഞ്ഞ് ഭയങ്കര തിക്കൊക്കെ അതിൻ്റെ ഉള്ളൊക്കെ അങ്ങ് കുറഞ്ഞ് ആകെ ഇതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലേ, ഭയങ്കര സങ്കടം വരും. അപ്പോൾ ആ സങ്കടം മാറ്റാം നമുക്ക്. ഇനി അങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് പറ്റിയ ഉത്തമമായിട്ടുള്ളൊരു പ്രതിവിധിയായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ എന്താണെന്നല്ലേ, അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം ആ പ്രോഡക്റ്റ് എന്താണ്. നല്ല സംഭവം നമ്മുടെ ബോഡി വൈസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹെയർ ഹെൽത്ത് ഗമ്മീസ് ആണ് നമ്മുടെ ഈ മുടിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മുടിക്ക് അത്യാവശ്യമായ കുറച്ച് കാര്യങ്ങളുണ്ട്. ബയോട്ടിൻ, സിങ്ക്, വൈറ്റമിൻ എ, സി, ഇ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഡെയിലി റൂട്ടീൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ബയോട്ടിനും സിങ്കും കാര്യങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് കിട്ടണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ഹെയർ ലോസ് ഒക്കെ ധാരാളമായിട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഓരോ ദിവസം അത് കറക്റ്റായിട്ടുള്ള അളവിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ മതി. അപ്പോൾ ഇനി ഇത് കഴിക്കുന്ന കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഫുള്ള് ഉണ്ടായതാണ് കേട്ടോ. ഇപ്പം ഞാൻ കഴിച്ചിത്രയും. അപ്പോൾ കണ്ട നമ്മുടെ ഈ ജെല്ലി മിഠായില്ലേ അതേമാതിരിയാണ് ഇതിരിക്കണേ. ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ട്രോബെറിയുടെ മണമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞതാ ഇതിങ്ങനെ നല്ല ജെല്ലി ആയിട്ടിരിക്കുന്നതാണിത്. അപ്പം കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. സാധാരണ നമ്മുടെ ഇങ്ങനത്തെ ഇതുകളാണെങ്കിൽ ടാബ്ലറ്റ് രൂപത്തിലായിരിക്കും. അപ്പം നമുക്കിത് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ, മടിയാണ്. നമ്മളിത് മേടിച്ച് വെച്ചാലും ചിലപ്പോൾ അവിടെ ഇരിക്കും, നമ്മൾ കഴിക്കില്ല. പക്ഷെ ഇതായതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റും രുചിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. പക്ഷെ അങ്ങനെ കഴിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഭക്ഷണത്തിന് ശേഷം ഡെയിലി ഒരെണ്ണമാണ് കഴിക്കേണ്ടത്. ഇത് സേഫാണ് കേട്ടോ കഴിക്കാനായിട്ട്. നോ ആഡഡ് ഷുഗർ ആണ്, 100% വേഗൻ ആണ്, 100% വെജിറ്റേറിയൻ ആണ്, നോൺ പ്രിസർവേറ്റീവ് ആണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. യാതൊരു വക സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. സുഖമായിട്ട് നമുക്കിത് കഴിക്കാം. ഹെയർ ലോസിനെ നമുക്ക് ഇല്ലാതാക്കാം. അതേപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി ഹെയർ ലോസ് ഇല്ലേ, അത് ഭയങ്കര ഒരു വിഷയമാണ്. അപ്പോൾ അതിന് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ PCOS, പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഈ കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് നല്ലപോലെ ഹെയർ ലോസ് ഉണ്ട്. അപ്പം അതിനൊക്കെ വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. നമ്മുടെ ഹെയർ നല്ലപോലെ ഗ്രോത്ത് ആവും, നല്ല കട്ടിയുള്ള മുടിയായിരിക്കും ഉണ്ടാവുക, നല്ല സ്ട്രോങ്ങും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഗമ്മീസ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. ഇവന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടില്ല. ഒരു 2-3 മാസം നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കിത് കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക.
ഞാൻ ഒരു ഡിജിറ്റൽ ഹെൽത്ത് ക്ലിനിക് ഫോർ വുമൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു തീം എന്ന് പറയുന്നത് തന്നെ മേക്ക് വെൽനസ് ഈസി ഫോർ വുമൺ. അപ്പോൾ ശരിക്കാണ് ഈസി ആക്കുക തന്നെയാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടോ റിലേറ്റഡ് ഹെയർ ഫോൾ, അതേമാതിരി പോസ്റ്റ്പാർട്ടം ഹെയർ ലോസ്, ഹെയർ തിക്നെസ്, ഇതിൻ്റെയൊക്കെ ഡാൻഡ്രഫ്, അതായത് നമ്മുടെ മുടി പെട്ടെന്ന് നരയ്ക്കുക, എങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമുക്ക് അവരെ കോൾ ചെയ്യാൻ പറ്റും. അവരുടെ ഡോക്ടറുമായിട്ട് നമുക്ക് എക്സ്പേർട്ടുകളുമായിട്ട് നമുക്ക് കൺസൾട്ട് ചെയ്യാം. ഫ്രീ കോസ്റ്റിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സംഭവം അടിപൊളിയാണ് കേട്ടോ. നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഇങ്ങനെ 2 ഇതിൽ അവൈലബിൾ ആണ്. ഇതൊരെണ്ണം 30 ഗമ്മീസിൻ്റെ പാക്കാണ്, ഇതൊരു 60 ഗമ്മീസിൻ്റെ പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മേടിക്കാം, എളുപ്പമാണ്. അപ്പോൾ അതായത് ചെറുത് വേണമെങ്കിൽ ചെറുത് ആദ്യം മേടിച്ച് നമുക്ക് ട്രൈ ചെയ്യാം, അതിനുശേഷം വലുത് വേണമെങ്കിൽ വലുത് മേടിക്കാം. ഒരു റിലയബിൾ കോസ്റ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും കൊടുക്കാം. അതേപോലെ തന്നെ ആ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ക്യാഷ് ബാക്ക് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ എണ്ണ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ അതാ കണ്ട നല്ല നമ്മൾ നല്ല കരിപ്പച്ച കളറിലിട്ട് അതൊക്കെ നല്ല ബ്രൗൺ കളറിലേക്ക് വന്നു. അതേമാതിരി എണ്ണ നല്ല പച്ച കളറായി. ഇനി നല്ല പോലെ തണുക്കണം. ഏകദേശം വീണ്ടും നമുക്കൊരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പോലെ തണുത്ത് കിട്ടും. അതിനുശേഷം നമുക്കിതിനെ ബോട്ടിലേക്ക് ആക്കണമെങ്കിൽ നമുക്കിതിനൊരു തുണിക്കകത്തിട്ടിട്ട് പിഴിഞ്ഞെടുക്കാം. അരിപ്പ വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പൊടി പോലെയുള്ള ഇലയുടെ ഇതുകളില്ലേ, അതൊക്കെ എന്തായാലും അരിപ്പയുടെ ഉള്ളിൽ കൂടെ പോരാൻ പറ്റുന്നത് പോരും. പക്ഷേ തുണിയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, നല്ല കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് എണ്ണ മാത്രമായിട്ട് നമുക്കിങ്ങ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മാക്സിമം നമ്മൾ ഈ വെളിച്ചെണ്ണ എടുക്കുന്നത് നല്ല പ്യുവറായിട്ടുള്ള നമ്മളിങ്ങനെ ആട്ടണ സ്ഥലം ഉണ്ടല്ലോ, വെളിച്ചെണ്ണ ആട്ടി കിട്ടുന്ന സ്ഥലം, അവിടെ നിന്നൊക്കെ മേടിക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് മേടിക്കുന്നത് ഇപ്പോൾ ഒത്തിരി കെമിക്കൽസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണെന്ന് പറയണേ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതും കൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഈ മുടി കൊഴിച്ചിലും കാര്യങ്ങളും ഒക്കെ വരുന്നത്. എന്ന് വെച്ചാൽ പണ്ടത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ വീട്ടിൽ ആട്ടിയൊക്കെ ഉപയോഗിച്ചിരുന്ന ആൾക്കാരൊക്കെ ആയിരുന്നല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് വിശ്വസിക്കാം. പിന്നെ അതിൻ്റേതായ ഗുണങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല എണ്ണ നോക്കി എപ്പോഴും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റമിൻ ഇയുടെ ഓയിലില്ലേ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വൈറ്റമിൻ ഇയുടെ ഇത് ഇങ്ങനെ നമുക്കിങ്ങനെ ടാബ്ലറ്റിൻ്റെ ഇതായിട്ട് മേടിക്കാൻ കിട്ടും. നമ്മുടെ ഓൺലൈൻ ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കടകളൊക്കെ കിട്ടും. പക്ഷെ നല്ലതാണ് കേട്ടോ, നമ്മുടെ മുടി വളരാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതും കൂടി ഇതാക്കി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി നമുക്ക് നമ്മുടെ എണ്ണ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലോ കാര്യമൊന്നും സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇനി നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി നോക്കാം കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം പഞ്ഞോ അല്ലെങ്കിൽ കോട്ടൻ്റെ ഒരു തുണിയോ എടുക്കുക. എന്നിട്ട് അത് മുക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് കൈ വെച്ച് ചെയ്യുന്നതിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ല പോലെ ആവും കേട്ടോ. അപ്പോൾ ഇതൊരു 15-20 മിനിറ്റോ നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് താളിപ്പൊടിയോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. മൈൽഡ് ഷാമ്പു വേണമെങ്കിൽ യൂസ് ചെയ്യാം, എന്നാലും ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ശ്രുതി. ബൈ.